സാലിസിലിക് ആസിഡ് സിറം നമ്മൾ പിമ്പിൾസ് മാറാനും ആക്നെ മാറാനൊക്കെ യൂസ് ചെയ്യും. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് പിമ്പിൾസ് കൂടും. എന്തുകൊണ്ടാണ്? പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട്. സാലിസിലിക് ആസിഡ് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സിനെയും അതുപോലെ തന്നെ മെർക്കുരിനെയും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ല മോയ്സ്ചറൈസേഴ്സ്, അതും നോൺ കോമഡോജനിക് ആയിട്ടുള്ള നമ്മുടെ പ്ലം, ഫോക്സ്റ്റെയിൽ, ഫോർമുലാർ എക്സ്ട്രാ, ഹൈഡ്രാവേൽ ഇതുപോലത്തെ ഏതെങ്കിലും നല്ല നോൺ കോമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. രണ്ട്, നിങ്ങൾ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രമേ വീക്കിലി 3 ടൈംസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ മാക്സിമം വീക്കിലി 2 ടൈംസ് മാത്രമേ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മാത്രമല്ല വിറ്റാമിൻ സി സിറം, റെറ്റിനോൾ സിറം, ലാക്ടിക് ആസിഡ് സിറം, ഗ്ലൈക്കോളിക് ആസിഡ് സിറം, മെന്റലിക് ആസിഡ് സിറം, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ടോണേഴ്സിന്റെ കൂടെയും ഒരിക്കലും സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വീക്കിലി വൺസ് ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ കൂടെ നമുക്ക് ഈ സിറം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.